മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നവർക്കും അതിൽ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ടേബിൾ ഫോർമാറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എക്സലിൽ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇതൊരു സാമ്പിൾ ഫോർമാറ്റാണ്. ഇത് പല കാര്യങ്ങൾക്കായി നമുക്ക് നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ടേബിൾ വർക്ക് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിക്കാം. ഇതിൽ ഐറ്റം, അതുപോലെ തന്നെ ഡിസ്പാച്ച്ഡ്, ഓൺ ദ വേ, ഇങ്ങനെ ഓരോ കോളംസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഓരോ ഐറ്റത്തിന് നേരെയും നമ്മൾ ചെക്ക് ബോക്സ് ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ കോഡിങ് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡെവലപ്പർ എന്നുള്ള ടാബ് കാണാൻ പറ്റും. ആ ഡെവലപ്പർ എന്നുള്ള ടാബിൽ ഇപ്പോൾ നിലവിൽ ഡിസൈൻ മോഡ് ഡിസേബിൾഡ് ആണ്. ഇപ്പോൾ കോഡിങ്ങിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസൈൻ മോഡ് ഒന്ന് ഇനേബിൾ ചെയ്യാം. ഇനി നമ്മളിവിടെ ഓരോന്നിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോഡിലേക്ക് പോകാൻ പറ്റും. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കോഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ മൗസ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ പ്രൊസീജിയർ വ്യൂ, അതുപോലെ ഫുൾ മോഡൽ വ്യൂ, അതിൽ പ്രൊസീജിയർ വ്യൂ കൊടുക്കുക. പ്രൊസീജിയർ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത ചെക്ക് ബോക്സിൻ്റെ കോഡാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇഫ് ചെക്ക് ബോക്സ് 1 വാല്യൂ ട്രൂ, ദെൻ G2 എന്ന് പറയുന്ന റേഞ്ചിൽ ഡിസ്പാച്ച്ഡ് എന്നുള്ള ആ ഒരു മെസ്സേജാണ് അവൈലബിൾ ആവുക. ഇതാണ് ഇതിൻ്റെ കോഡ് ഫോർമാറ്റ്. ഈ കോഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ ചെക്ക് ബോക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ചെക്ക് ബോക്സ് നേരെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമുക്കിതിൻ്റെ കോഡായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ചെക്ക് ബോക്സ് ആണെങ്കിൽ മൂന്നാമത്തെ ചെക്ക് ബോക്സിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഡാണ് ഇതിന് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോ ചെക്ക് ബോക്സിനും നമ്മൾ എന്ത് ചെയ്യുക, കോഡിങ് കൊടുക്കുക. ഈ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കോഡ് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഓപ്പറേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിസൈൻ മോഡ് ഒന്ന് ഡിസേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ നമ്മൾ കറക്റ്റായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഈ രീതിയിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കാണാൻ പറ്റും. ടേബിൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.